ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റീസണിങ്ങിൻ്റെ MDSൻ്റെ റീസണിങ്ങിൻ്റെ അനലോഗി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓൾറെഡി നമ്മൾ MDSന് വേണ്ടിയിട്ട് സിലബസും അതേപോലെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ഓൾറെഡി ഇട്ടിരുന്നു. റീസണിങ്ങിന് വേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ള. ഇപ്പോൾ MDSൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നു, എല്ലാവരും അപ്ലൈ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഈ അനലോഗി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. ഇപ്പോൾ ഈ അനലോഗി എന്ന് പറയുമ്പം സിമിലാരിറ്റിയാണ്. ഓക്കെ, രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ളൊരു ബന്ധമാണ്. അപ്പോൾ ആ ബന്ധം വെച്ചിട്ട് നമുക്ക് വേറെ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അവിടെ എന്താണ് ക്വസ്റ്റ്യന് ഒരു പെയർ കാണും. ആ പെയറിൽ എങ്ങനെയാണോ ഒരു ബന്ധം വന്നത് അതേപോലെ അടുത്തത് എങ്ങനെ വരുമെന്നുള്ള കണ്ടുപിടിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യനാണ് അനലോഗിക്കകത്ത് വരുന്നത്. അപ്പോൾ ഈ അനലോഗിക്ക് കഴിഞ്ഞ MDSന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഇതിങ്ങനെ ആൽഫബറ്റ് വെച്ചിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഈ KGTO എന്നുള്ളത് ഇങ്ങനെ ആവുമെങ്കിൽ ഇതെന്തായിട്ട് മാറും? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, നമുക്ക് പ്രീവിയസ് ആയിട്ട് വന്നൊരു ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ ഇങ്ങനെ ആൽഫബറ്റുകൾ ഇങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പോൾ ഈ ഒരു കാര്യമാണ് ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ വീണ്ടും പിന്നെ പറയുന്നതാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ദിശ അക്കാഡമി ദിശ ആപ്പ് വഴിയായിട്ട് നമ്മുടെ MDSൻ്റെ ഒരു പെയ്ഡ് ആയിട്ടുള്ളൊരു ക്രാഷ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ യൂട്യൂബിലുള്ളതിനെക്കാട്ടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ കോഴ്സ് പർച്ചേസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് SSCയുടെ ഒരു ഫൗണ്ടേഷൻ കോഴ്സിന് ഫ്രീ ആയിട്ട് ആക്സസ് ലഭിക്കുന്നതാണ്. MDSൻ്റെ ക്രാഷ് കോഴ്സ് കൂടാതെ അതേപോലെ നിങ്ങൾ ഇപ്പോൾ ലൈവായിട്ട് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുമ്പം കേൾക്കാൻ പറ്റാത്തവർക്ക് ഈ ക്ലാസ്സുകൾ തന്നെ റെക്കോർഡായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈമിൽ ഇരുന്ന് കേൾക്കാം. അതേപോലെ നിങ്ങൾക്ക് മെന്റർ സപ്പോർട്ടും ക്ലാസ് നോട്ടുകളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഈ വർഷത്തെ MDS ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ കോഴ്സ് പർച്ചേസ് ചെയ്യുക. ഒരു അവസരം നിങ്ങൾ പാഴാക്കാതിരിക്കുക. ഓക്കെ, ദിശ ആപ്പ് വഴിയാണ് നമ്മൾ ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. ഓക്കെ, നമ്മളിനി ടോപ്പിക്കിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ ഈ റീസണിങ്ങിന് നമുക്ക് ആവശ്യമുള്ളൊരു സാധനമാണ് A മുതൽ Z വരെയുള്ള ആൾക്കാരുടെ പൊസിഷൻ വാല്യൂ. ഓക്കെ, അനലോഗി, അതേപോലെ സീരീസ്, അതേപോലെ കോഡിംഗ്. ഈ മൂന്ന് ടോപ്പിക്കുകൾക്ക് നമുക്ക് ഈ ഒരു ആൽഫബറ്റിൻ്റെ ഓർഡറുകൾ ആവശ്യമാണ്. ഇപ്പോൾ ഞാൻ എഴുതിയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ, A മുതൽ Z വരെയുള്ള ആൽഫബറ്റുകളെ ഞാൻ പൊസിഷൻ വാല്യൂ കൊടുത്ത് എഴുതിയിരിക്കുകയാണ്, 1 2 കൊടുത്ത് എഴുതിയിരിക്കുകയാണ്. പക്ഷെ എന്താണ്, ഈ 26 പേരിൽ ആദ്യത്തെ 13 പേരെ ഇവിടെ എഴുതിയിട്ട് അടുത്ത 13 പേരെ അതിൻ്റെ താഴെയായിട്ട് എഴുതിയിരിക്കുന്നത്. അതെന്തിനായിരിക്കും? അതായത് നമുക്ക് ആകെ 26 അക്ഷരമാണുള്ളത്. അപ്പോൾ ഈ ഓരോ അക്ഷരത്തിനും കറസ്പോണ്ടിങ് ഓപ്പോസിറ്റ് ഒരു അക്ഷരമുണ്ട്. അപ്പോൾ അയാളെ പെട്ടെന്ന് സ്പോട്ട് ചെയ്യാനാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് Fൻ്റെ ഓപ്പോസിറ്റ് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് നോക്കി പറയാം ആരാണ്. Fൻ്റെ ഓപ്പോസിറ്റ് U ആണ്. അപ്പം ഇങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ M കഴിഞ്ഞിട്ട് ശ്രദ്ധിച്ചോണം, 1 മുതൽ 13 വരെ നമ്പർ ചെയ്തു. ദെൻ M കഴിഞ്ഞിട്ടുള്ള ആൾക്കാരെ ഇങ്ങനെ ഈ ഒരു ഓർഡറിലാണ് എഴുതുന്നത്. 14 15 ഇങ്ങനെ ഒരു ഓർഡറിലാണ് എഴുതുന്നത്. NO എന്നിങ്ങനെ എഴുതിയിട്ട് നമ്മൾ 14 15 ഇങ്ങനെയാണ് നമ്പർ ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇവരുടെ പൊസിഷൻ വാല്യൂ വേണം, ഓപ്പോസിറ്റ് ആൾക്കാരെ വേണം. അപ്പോൾ അത് രണ്ടും നമുക്ക് ഈ ഒരു ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അത് രണ്ടും നമുക്ക് ഇതിനകത്ത് നിന്ന് എടുക്കാം. ഇപ്പോൾ പെട്ടെന്ന് ചോദിക്കുകയാണ് Kയുടെ ഓപ്പോസിറ്റ് എന്തുവാ? Kയുടെ ഓപ്പോസിറ്റ് എന്താ? P. അപ്പോൾ അത് പെട്ടെന്ന് എടുക്കാൻ നമുക്ക് ഇങ്ങനെ എഴുതിയാൽ ഉപകരിക്കും. ഇനി ഈ പൊസിഷൻ വാല്യൂവിൻ്റെ ഉപയോഗം എന്താണ്? ഇങ്ങനെ 1 2 3 പൊസിഷൻ വാല്യൂ എഴുതിയേക്കുന്നതിൻ്റെ ഉപയോഗം എന്താണ്? ഞാൻ നേരത്തെ ഒരു ക്വസ്റ്റിന് കാണിച്ച പോലെ അവിടെ ആ ഒരു ലെറ്റേഴ്സ് തമ്മിലുള്ളൊരു ബന്ധം, അതായത് ചിലപ്പം ഒരു സ്പെസിഫിക് നമ്പർ കൂടി പോകാം, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് നമ്പർ കുറഞ്ഞു പോകാം. അപ്പോൾ അത് പെട്ടെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ പൊസിഷൻ വാല്യൂ എഴുതിയേക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് 6ൽ നിന്നും ഈ Nലേക്കുള്ള ദൂരം. ഓക്കെ, 6ൽ നിന്ന് Nലേക്കുള്ള ദൂരം ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? പെട്ടെന്ന് അവരുടെ പൊസിഷൻ വാല്യൂ നോക്കിയാൽ 6ൻ്റെ ആണെങ്കിൽ 18, Nൻ്റെ ആണെങ്കിൽ 14. അപ്പോൾ എന്താണ്? 4 കുറയുവാണ്. അങ്ങനെ കുറയുവാണോ കൂടുവാണോ അതൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ ഒരു ആൽഫബറ്റ് ഇങ്ങനെ എഴുതിയിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ അനലോഗി, സീരീസ്, കോഡിംഗ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമ്മൾ എക്സാമിന് ചെയ്യേണ്ട കാര്യം, നമുക്ക് എക്സാമിന് ചെയ്യാനൊരു പേപ്പർ തരും. അപ്പോൾ നിങ്ങൾ റീസണിങ്ങിൻ്റെ ക്വസ്റ്റ്യനുകൾ ചെയ്യുന്നതിന് മുമ്പേ എന്തായാലും ഇത് എഴുതി വെക്കുക. ക്ലിയർ ആയോ? ഇത് വളരെ സ്പീഡിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആ ചെയ്യാൻ തരുന്ന പേപ്പറിൽ ഈ A മുതൽ Z വരെയുള്ള ആൽഫബറ്റുകൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ആ പേപ്പറിൽ എഴുതി വെക്കുക. എന്തായാലും നമുക്ക് അതിൻ്റെ ഒരു ആവശ്യം വരും. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയുള്ള അനലോഗിയിലോ സീരീസിലോ കാണും. അപ്പോൾ അത് ചെയ്യാൻ നമുക്കിത് എന്തായാലും ആവശ്യമായിട്ട് വരും. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ആ ചെയ്യാനുള്ള പേപ്പർ ഇട്ടിട്ട് ടൈം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായാലും ഇത് എഴുതി വെക്കുക. റീസണിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്തായാലും ഇത് എഴുതി വെച്ചിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ഇടയ്ക്കുള്ള അക്ഷരങ്ങളുടെ കോഡുകൾ ഓർത്തിരിക്കാൻ ഞാനൊരു കോഡ് പറയാം. എന്തായാലും എഴുതിയിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, അത് നമുക്ക് ഇടയ്ക്കുള്ള അക്ഷരങ്ങൾ മാത്രമേ ഓർക്കാൻ പറ്റൂ. അതായത് ഇജോട്ടി എന്ന് പറയുന്നൊരു കോഡുണ്ട്. ഇജോട്ടി എന്ന് പറയുന്ന കോഡെന്ന് പറഞ്ഞാൽ E എന്ന് പറഞ്ഞാൽ 5, J എന്ന് പറഞ്ഞാൽ 10, O എന്ന് പറഞ്ഞാൽ 15, 5ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരും. ക്ലിയർ ആയോ? Y എന്ന് പറഞ്ഞാൽ 25. ഇങ്ങനെ 5ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരും. ഇജോട്ടി എന്ന് ഓർത്തിരിക്കുക. ഇജോട്ടി അതായത് E5 J10. ഇപ്പോൾ ഇടയ്ക്ക് നമുക്കിങ്ങനെ ഓയുടെ പൊസിഷൻ വാല്യൂ ചോദിച്ചാൽ പെട്ടെന്ന് 15 ആണെന്ന് പറയാം. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ളവരാണ് ചോദിക്കുന്നെങ്കിലോ, ഇപ്പം M ആണ് L ആണ് ചോദിക്കുന്നെങ്കിൽ ആ L എന്ന് പറഞ്ഞാൽ
ജെ കഴിഞ്ഞ് രണ്ടാമതാണ്. അപ്പോൾ ജെയുടെ 10 അറിയാമെങ്കിൽ കെ എൽ 12 അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഓർത്ത് പറയാം. പക്ഷെ അതിനെക്കാട്ടി നല്ല നിങ്ങൾ എഴുതി തന്നെ ചെയ്യുന്നതാണ്. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചേക്കുക, ഇങ്ങനൊരു കോഡുള്ള കാര്യം ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. ഓക്കെ, അപ്പം നമുക്കിനി വീണ്ടും ടോപ്പിക്കിലേക്ക് വരാം. അനലോഗി എന്ന് പറയുമ്പം അവിടെ നമുക്ക് 3 രീതിയിലാണ് MDSന് ക്വസ്റ്റ്യൻ വരുന്നത്. ബേസ്ഡ് ഓൺ ആൽഫബറ്റ്, നമ്മൾ കണ്ടതുപോലെ ആൽഫബറ്റുകൾ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ബേസ്ഡ് ഓൺ നമ്പർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ബേസ്ഡ് ഓൺ ഫാക്ട് എന്ന് പറയുമ്പം അതായത് GK ബേസ്ഡ് ആയിട്ടുള്ള, അതായത് ഇപ്പം എന്തെങ്കിലും നമ്മൾ കോമൺലി നോൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളെ പറ്റി വെച്ചിട്ടുള്ള ബന്ധം വെച്ചിട്ട് വരാം. ക്ലിയർ ആയി? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ആൽഫബറ്റും ഫാക്റ്റും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്പർ നമ്മൾ വേറെ ക്ലാസ്സിൽ നോക്കുന്നതാണ്. അപ്പോൾ ആൽഫബറ്റും ഫാക്ട്സും ഈ രണ്ട് രീതിയിലുള്ള അനലോഗി ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ആൽഫബറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നേരത്തെ കാണിച്ച ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ ഇവർ തമ്മിൽ എന്താണ് ബന്ധമെന്ന് കണ്ടുപിടിക്കുക. അതെന്ത് ചെയ്യുക, അതേപോലെ ഇവിടെ അപ്ലൈ ചെയ്യുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഇപ്പം ഇവിടെ എങ്ങനെയാണ് നോക്കേണ്ടത്? നിങ്ങൾ നോക്കേണ്ടത് എന്താണ്, കെയിൽ നിന്ന് ജിയിലേക്ക് എങ്ങനെ പോയി, ജിയിൽ നിന്ന് ടിയിലേക്ക് എങ്ങനെ പോയി, അതല്ല നിങ്ങൾ നോക്കേണ്ടത്. ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക, KGTOHDQL. ഇവിടെ നിങ്ങൾ നോക്കേണ്ട കാര്യം കെയിൽ നിന്നും എച്ചിലേക്ക് എങ്ങനെ പോയി, ജിയിൽ നിന്നും ഡിയിലേക്ക് എങ്ങനെ പോയി, ടിയിൽ നിന്നും, ഇതാണ് നോക്കേണ്ടത്. എന്നാലല്ല നമുക്ക് ചോദിച്ചേക്കുന്ന ഗംസ് കണ്ടുപിടിക്കാൻ പറ്റൂ. എന്നാലല്ല ജിയിൽ നിന്ന് എങ്ങോട്ട് പോകണം, യുവിൽ നിന്ന് എങ്ങോട്ട് പോകണം, അത് കണ്ടുപിടിക്കാൻ പറ്റും. ആ രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്. അങ്ങനെയാണ് നോക്കിയത് കെയിൽ നിന്ന് എച്ചിലേക്ക് എന്താണ് ചേഞ്ച് എന്ന് അറിയാനാണ് ഞാൻ പൊസിഷൻ വാല്യൂവിൻ്റെ കാര്യം പറഞ്ഞത്. ഇപ്പോൾ K11, ഓക്കെ, എച്ചിൻ്റെ വാല്യൂ നോക്കിയേ, എച്ചിൻ്റെ വാല്യൂ 8. അപ്പോൾ എന്താണ് സംഭവം? ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കാം. കെയിൽ നിന്ന് എച്ചിലേക്ക് കണ്ട് 1, 2, 3 ഇങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഡയറക്റ്റ് 11 നിന്ന് 8 കുറച്ചാൽ പോരെ, 3. അപ്പോൾ ഈ 3 കുറവാണോ കൂടുവാണോ? 3 കുറവാണ്, അത് മനസ്സിലാവാൻ ജസ്റ്റ് മൈനസ് ഇട്ട് കാണിക്കാം, -3. ക്ലിയർ ആയോ? ഇനി G to D നോക്കിയേ, G7D ആണെങ്കിൽ 4. അവിടെ എന്താണ് 3 കുറവല്ല, അതും -3. T to Q നോക്കിയേ, T എന്ന് പറയുന്നത് 20, Q എന്ന് പറയുന്നത് 17, അവിടെ 3 കുറവല്ലേ. ഇനി O to L നോക്കിയേ, O 15, L 12, അവിടെയും 3 കുറവല്ലേ. ഇപ്പം എന്താണ്, എല്ലാം 3 കുറഞ്ഞുള്ള ആൽഫബറ്റാണ് എഴുതിയിരിക്കുന്നത്. അതേ കാര്യം തന്നെ ഇവിടെ അപ്ലൈ ചെയ്താൽ പോരെ. അതേ കാര്യം അതേപോലെ ഇവിടെ അപ്ലൈ ചെയ്യുക. എല്ലാം എന്താണ് 3 കുറഞ്ഞ് വരുന്ന രീതിയിൽ എടുക്കുക. ഇപ്പോൾ നോക്കിയേ, ജിന്ന് 3 കുറഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്ന് കുറയ്ക്കുക, അല്ലെങ്കിൽ കൗണ്ട് ചെയ്തെടുക്കുക. ഓക്കെ, ജിന്ന് 3 കുറഞ്ഞാൽ 4. ഇപ്പം ഡി, ഇപ്പോൾ ഡി വരും ആദ്യം. നിങ്ങളിത് കിട്ടുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ഓപ്ഷനിലേക്ക് നോക്കുക. ഓക്കെ, അതായത് ഡി ആദ്യം വരേണ്ടത് ഡി ആണ്, എന്തായാലും ഡി ആണെന്ന് ഉറപ്പാണ്. അപ്പോൾ ഇത് രണ്ടും കട്ട് ചെയ്യാം. അപ്പോൾ ബാക്കിയാണ് ഇവിടെ 2 ഓപ്ഷൻ വരും. ക്ലിയർ ആയി? ഇവിടെ 2 ഓപ്ഷൻ വരും. നമുക്ക് ഫുൾ തന്നെ ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഫുൾ ചെയ്ത് തന്നെ നോക്കാം. അടുത്ത U21 നടന്ന് നോക്കിയ യു ഇവിടെയാണ് 21. ഒന്നെങ്കിൽ നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാം, പുറമോട്ട് ഇങ്ങനെ 3 കൗണ്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ കൗണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോരുത്. കുറയുമ്പോൾ ഇങ്ങോട്ടാണ് കൗണ്ട് ചെയ്യേണ്ടത്, ഇങ്ങോട്ടല്ല. കാരണം നിങ്ങൾ ആ വാല്യൂ നോക്കിയാൽ മതി, 21 നിന്ന് 3 കുറയുമ്പം ഇങ്ങോട്ടാണ് കൗണ്ട് ചെയ്യേണ്ടത്. 1, 2, 3 ഇവിടാണ് വരുന്നത്. അല്ലെങ്കിൽ ഡയറക്റ്റ് കുറയ്ക്കുന്നവരാണെങ്കിൽ 21 നിന്ന് 3 കുറച്ചാൽ 18 എന്ന് പറയുന്ന ആരാണ്, 6 ആണ്. അതായത് ഇവിടെ വരേണ്ടത് 6 ആണ്. അടുത്ത് നോക്കിയാൽ M-3, 13 - 3 10, J ആണ് ഇവിടെ വരുന്നത്. S-3, 19 - 3 16P. DRJP ഏതാണ്? ഓപ്ഷൻ C ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരും. ക്ലിയർ ആയി? ഇപ്പം നിങ്ങളിത് ചെയ്യുമ്പം ഇപ്പോൾ രണ്ടാമത് എനിക്ക് 6 കിട്ടി, ഈ ജെയും ബിയും കണ്ടുപിടിക്കുന്നില്ല. ഈ 6 കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ ഓപ്ഷൻ നോക്കുക. ഡി എന്ന് 6 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. മനസ്സിലായി? ഇവിടെ ഡി കഴിഞ്ഞാൽ കെ ആണ്. അപ്പോൾ ഈ 6 കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതാണ് ആൻസർ എന്ന് ഉറപ്പിക്കാം. മനസ്സിലായി? ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാൻ ഫുള്ള് ചെയ്ത് കാണിച്ചതാണ്. ഇതെല്ലാം കറക്റ്റായിട്ട് തന്നെ വന്നോളൂ. മനസ്സിലായി? അങ്ങനെ നിങ്ങൾ ഓപ്ഷനും കൂടെ നോക്കിയിട്ട് എന്ത് ചെയ്യുക, ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇവിടെ എന്താണ്, ആൽഫബറ്റുകളുടെ റിലേഷൻ ആണ്. അപ്പോൾ നോക്കുക, ഇവിടെ 2 ആൽഫബറ്റേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് കണക്ട് ചെയ്യുക. KP എന്നുള്ളത് എന്തായി, OT ആയെങ്കിൽ TH എന്നുള്ളത് എന്താവും? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കെയിൽ നിന്ന് ഓയിലേക്ക് എങ്ങനെയാണ് ചേഞ്ച് വന്നത്. കെ നോക്കുക 11, O നോക്കുക 15, എന്താണ് 4 കൂടി. ഓക്കെ, PT നോക്കുക, P16, T20, അവിടെ എന്താണ് 4 കൂടി. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഇപ്പോൾ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യുക, ഇവിടെ എല്ലാത്തിൻ്റെയും കൂടെ 4 കൂട്ടിയാൽ പോരെ. T+4, 20 + 4 24, അതായത് ആദ്യം വരേണ്ടത് എക്സ്. ഓക്കെ, H+4, എച്ചിൻ്റെ വാല്യൂ നോക്കുക 8, 8 4 12. അങ്ങനെ മനസ്സിൽ നമുക്ക് പെട്ടെന്ന് കൂട്ടാൻ പറ്റണം. കൂട്ടാൻ പറ്റാത്തവരാണെങ്കിൽ കൗണ്ട് ചെയ്തെടുത്താൽ. ഇപ്പോൾ H 8 + 4 ആണ്, ഇങ്ങനെ കൗണ്ട് ചെയ്യുക. H കൗണ്ട് ചെയ്യരുത്, 1 2 3 4 ഇങ്ങനെ കൗണ്ട് ചെയ്തെടുത്താലും നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ XL ഓപ്ഷൻ ഡി ആണ് ഫൈനൽ ആൻസർ വരുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ആൽഫബറ്റ് അനലോഗിയുടെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇവിടെ 4 ലെറ്റർ ചെയ്യുന്ന രീതി സെയിം ആണ്. ഇപ്പോൾ നോക്കുക, HKNQ എന്നുള്ളത് എങ്ങനെയാണ് വന്നത്,
ഐ ജെ പി ഒ എന്നാണ് വന്നത്. ഇപ്പോൾ നോക്കി H2I നോക്കിയാൽ എച്ചിൻ്റെ തൊട്ടടുത്ത ലെറ്റർ അല്ലേ, അപ്പോൾ എന്ത് പറയാം, +1 എന്ന് പറയാം. ഓക്കെ, KJ നോക്കി അവിടെ തൊട്ടടുത്ത ലെറ്റർ അല്ല, തൊട്ട് പുറയിലത്തെ ലെറ്റർ ആണ്. നിങ്ങൾ ആ വാല്യൂ നോക്കി, ഇത് 11 ഇത് 10. ഇപ്പോൾ നോക്കിയേ 1 കുറയുവാണ്. ക്ലിയർ ആയ? അപ്പം ആദ്യത്തെ ആൾ 1 കൂടിയെന്ന് കരുതി എല്ലാം 1 കൂടുന്ന ആവണമെന്നില്ല, കുറയുന്ന രീതിയിലും വരാം. അപ്പം എല്ലാം നോക്കി തന്നെ എടുക്കുക. N2P എടുത്താൽ 14 16 അവിടെ എന്താണ്, +2 ആണ്. മനസ്സിലായോ? അപ്പം ഇവിടെ 1 കൂടി, ഇവിടെ 1 കുറഞ്ഞു, അടുത്ത് വന്നപ്പോൾ 2 കൂടി. അടുത്ത് നോക്കാം Q17 O15 അവിടെ എന്താണ്, ഇവിടെയും കൂടുവല്ല കുറയുവാണ്. ശ്രദ്ധിച്ചെടുക്കുക, ആ വാല്യൂ നോക്കിയാൽ മതി. കുറയുവാണ്, 2 കുറയുവാണ്. ഇപ്പം എങ്ങനെ വന്നു, 1 +1 -1 +2 -2. അപ്പോൾ നോക്കി DFHJ ഇതാണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എങ്ങനെ വന്നു അതേ ഓർഡറിൽ തന്നെ ഇവിടെ കൊടുക്കുക. അതായത് +1 -1 +2 -2 ഇങ്ങനെ തന്നെ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ D+1 എന്ത് വരും, E വരും. F -1 ആണ്, ശ്രദ്ധിച്ചെടുക്കുക, 6ൽ നിന്ന് 1 പുറമോട്ട് പോകണം, 5, അതായത് E. ഇപ്പോൾ ഈ ഓപ്ഷനിലേക്ക് നോക്കിയാൽ ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അടുത്തോടെ നോക്കുക, H+2 8 8 2 10 J. ഇപ്പോൾ ഈ J എന്ന് വരുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അടുത്ത് നിങ്ങൾ നോക്കിയാലും ഇത് ആൻസർ അല്ല കിട്ടും. നോക്കിക്കോ, J -2 അല്ലേ. J എന്ന് പറയുന്നത് കണ്ടിത് 2 കുറയുമ്പോൾ 10ൽ നിന്ന് 2 കുറച്ച് 8, H തന്നെ വരത്തില്ലേ. അതായത് ആൻസർ അത് തന്നെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഓപ്ഷനോടെ നോക്കിയിട്ട് എന്ത് ചെയ്യുക, ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നമുക്ക് എക്സാമിന് കിട്ടുന്ന ഓരോ സെക്കൻഡും എന്താണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇപ്പം ADGJ എന്നുള്ളത് ZWTQ ആണ് വന്നേക്കുന്നത്. ഇപ്പോൾ നോക്കി A to Z നോക്കിയാൽ അപ്പോൾ അത് നിങ്ങൾക്ക് ഡൗട്ട് വരാം. അതുകൊണ്ട് AZ 1 കുറയുവാണോ കൂടുവാണോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അത് കുറയുന്ന രീതിയിലാണ് എടുക്കേണ്ടത്. ക്ലിയർ ആയ? ഇപ്പോൾ 1 കുറയും, അതൊരു ഡൗട്ട് ഉണ്ടല്ലോ, അതുകൊണ്ട് അത് വെയിറ്റ് ചെയ്യുക. അടുത്തോടെ നോക്കുക, DW നോക്കിയേ, അവിടെ 1 കുറയോ കൂടുകയോ വല്ല ആണോ. അപ്പോൾ അത് പെട്ടെന്ന് നോക്കിയാൽ എന്ത് മനസ്സിലാവും, ഓപ്പോസിറ്റ് ആണ്. മനസ്സിലായോ? ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. ഇപ്പോൾ നോക്കി അടുത്ത ആൾ ഓപ്പോസിറ്റ് അല്ലേ, അടുത്ത ആൾ ഓപ്പോസിറ്റ് ആണ്. എന്താണ് നോക്കിയേ, ജിയുടെ ചെയ്യാൻ നോക്കിയേ, ജിയുടെ ഓപ്പോസിറ്റ് അല്ലേ T. അപ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാവാനാണ് ഇങ്ങനെ എഴുതി. അതിനാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇങ്ങനെ എഴുതുന്നത് എന്തിനാണ്, ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവരെ പെട്ടെന്ന് സ്പോട്ട് ചെയ്യാനാണ് ഇങ്ങനെ എഴുതുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് ഇത് ചെയ്യാം. ഇതെല്ലാം എന്താണ്, ഓപ്പോസിറ്റ് ആണ്. നോക്കിക്കോ, ജിയുടെ ഓപ്പോസിറ്റ് അല്ലേ T, അടുത്ത ജെയുടെ ഓപ്പോസിറ്റ് അല്ലേ Q. ഇപ്പോൾ വളരെ എളുപ്പം ചെയ്യാം. MPSV ആണ് ചോദിച്ചിരിക്കുന്നത്. എമ്മിൻ്റെ ഓപ്പോസിറ്റ് N, ഓക്കെ, പിയുടെ ഓപ്പോസിറ്റ് K, ഓക്കെ, എസിൻ്റെ ഓപ്പോസിറ്റ് H, വിയുടെ ഓപ്പോസിറ്റ് E. ആൻസർ ആയില്ലേ, NKHE ഓപ്ഷൻ എ ആണ് ഫൈനൽ ആൻസർ വരും. ക്ലിയർ ആയോ? NKHE എന്നുള്ളതാണ് ഫൈനൽ ആൻസർ വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തത് ആൽഫബറ്റ് ബേസ്ഡ് ആണ്. ഇനി ചെയ്യാൻ പോകുന്നത് ഫാക്ട് ബേസ്ഡ് ആണ്. അതായത് ജനറൽ ആയിട്ടുള്ളൊരു കാര്യത്തെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ എന്താണ് നേരത്തെ ചെയ്ത പോലെ ഇവിടെ എന്താണ് റിലേഷൻ എന്ന് മനസ്സിലാക്കി അതേപോലെ അപ്ലൈ ചെയ്താൽ മതി. ഇതും MDSന് ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. റിഫ്ലക്ഷൻ എന്നുള്ളത് ലൈറ്റ് വന്നെങ്കിൽ അതേപോലെ വരുന്ന പെയർ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. റിഫ്ലക്ഷൻ എന്നുള്ളത് ലൈറ്റ് വന്നെങ്കിൽ അപ്പോൾ എന്താണ് ബന്ധവും നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. റിഫ്ലക്ഷൻ ലൈറ്റ് എന്താണ്, ലൈറ്റ് കാരണം ഉണ്ടാകുന്ന ഒരു ഫിനോമിനൻ ആണ് എന്ത്, റിഫ്ലക്ഷൻ. ആ രീതിയിൽ വരുന്ന പെയർ ഏതാണെന്നാണ് നോക്കേണ്ടത്. ഇപ്പോൾ നോക്കിയേ, സീൻ കാരണം ഉണ്ടാകുന്നതാണോ ഒരു ഫിനോമിനൻ ആണോ മൂവി, അല്ല. സൗണ്ട് കാരണം ഉണ്ടാകുന്ന ഒരു ഫിനോമിനൻ അല്ലേ എക്കോ. അപ്പോൾ അതല്ലേ ആൻസർ, ഓപ്ഷൻ ബി ആണ് ഫൈനൽ ആൻസർ വരും. അപ്പോൾ അങ്ങനെയാണ് നോക്കേണ്ടത്. അടുത്ത സൈറ്റ് ഐറിസ് ശരിയാവത്തില്ല, ഫീലിംഗ് സെന്റിമെന്റ് ശരിയാവത്തില്ല. ഇവിടെ ഒരു ഫിനോമിനൻ ആണ് ആദ്യം വന്നേക്കുന്നത്, അതിന്റെ കാരണമാണ് രണ്ടാമത് വന്നേക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ എക്കോയ്ക്ക് കാരണം എന്താണ്, സൗണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഇതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ആൻസർ എടുക്കേണ്ടത്. ക്ലിയർ ആയ? തന്നേക്കുന്ന ആൾക്കാരുടെ റിലേഷൻ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ആൻസർ എടുത്താൽ മതി. ഓക്കെ, സിസർ ക്ലോത്ത് എന്താണ്, സിസർ ഉപയോഗിച്ചാണ് ക്ലോത്ത് കട്ട് ചെയ്യുന്നത്. സിസർ ഉപയോഗിച്ചാണ് ക്ലോത്ത് കട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും, നെയിൽ ഉപയോഗിച്ച് ആമർ കട്ട് ചെയ്യാൻ പറ്റത്തില്ല, ഫർണസ് സ്മോക്ക് അങ്ങനെ വരുന്നില്ല, പെൻഡിങ് വരുന്നില്ല. അപ്പോൾ ഏതാണ്, റേസർ, ബേർഡ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം, താടി. ഓക്കെ, അപ്പം നമ്മൾ റേസർ വെച്ചിട്ടാണ് താടി പഠിക്കാൻ ഉപയോഗിക്കുന്ന റേസർ. അപ്പോൾ ആ ഒരു രീതിയിൽ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. അടുത്ത എന്താണ്, ഡിസ്റ്റൻസ് കിലോമീറ്റർ. ഇവിടെ എന്താണ്, യൂണിറ്റ് ആണ്. ഓക്കെ, ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ് കിലോമീറ്റർ. അപ്പോൾ അങ്ങനെ നോക്കിയാൽ മാസിൻ്റെ യൂണിറ്റ് സെക്കൻഡ് അല്ല, മാസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. ഇനി വെയിറ്റിൻ്റെ യൂണിറ്റ് സ്കെയിലാണോ, അല്ല, വെയിറ്റിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. അപ്പോൾ അതുമല്ല. വോളിയത്തിൻ്റെ യൂണിറ്റ് ലിറ്റർ അല്ലേ, അപ്പോൾ അതാണ് കറക്റ്റ്. ടെമ്പറേച്ചറിൻ്റെ ആംബിയർ അല്ല, നിങ്ങൾക്ക് അറിയാം എന്താണ്, കെൽവിൻ ആണ്. ഞാൻ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ് പറയുന്നത്, ഡിഗ്രി സെൽഷ്യസും ഉണ്ട്. ഞാൻ SI യൂണിറ്റ് ആണ് പറഞ്ഞത്, കെൽവിൻ ആണ്.
ഓക്കെ, ഇവിടെ SI യൂണിറ്റ് അങ്ങനെ നോക്കണ്ട, ഒരേ യൂണിറ്റ് വരുന്ന ഓരോ ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ പിന്നെ എന്താണ് വോളിയം ലിറ്റർ എന്നുള്ള ആൻസറാണ് എടുക്കേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഫാസ്റ്റസ്റ്റ് ലോ, അതേപോലെ വരുന്ന പെയർ ഏതാണെന്നാണ് നോക്കേണ്ടത്. എന്താണ് ബന്ധം? ഓപ്പോസിറ്റ് അല്ലേ, ഫാസ്റ്റിൻ്റെ ഓപ്പോസിറ്റ് ആണ് സ്ലോ. അപ്പോൾ അതേപോലെ വരുന്ന ഓപ്ഷൻ നോക്കി, റാൻസിഡ് ഫ്രഷ്, അത് തന്നെയാണ് ആൻസർ. റാൻസിഡ് എന്ന് പറഞ്ഞാൽ പഴകിയതെന്നുള്ളതാണ്, സ്റ്റെയിൽ എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, പഴകിയതെന്നുള്ള മീനിങ് ആണ്. അപ്പോൾ അത് ഫ്രഷിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ. ബാക്കിയുള്ള നിങ്ങൾ നോക്കിയാൽ ഇത് ഒരേപോലുള്ള മീനിങ് ആണ്. ബ്ലാങ്കോ എം ഡി ഒരേ മീനിങ് ആണ്. മെൻഡിങ് റിപ്പയറിംഗ് ആണെങ്കിലും സെയിം മീനിങ് ആണ്. റെസ്ട്രിക്ഷൻ പ്രൊഹിബിഷൻ ആണെങ്കിലും സെയിം മീനിങ് ആണ്. ഓപ്പോസിറ്റ് വരുന്ന ഇതേ ഒരു പെയറേ ഉള്ളൂ. അപ്പോൾ അതാണ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഫാക്ട് ബേസ്ഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ GK കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് സബ്ജക്റ്റിൽ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ അത് കെമിസ്ട്രിയിൽ നിന്നാവാം, ഫിസിക്സിൽ നിന്നാവാം, ജോഗ്രഫിയിൽ നിന്നാവാം, ഹിസ്റ്ററി ആവാം, എന്ത് വേണമെങ്കിലും ആകാം. നമ്മുടെ ഒരു കോമൺ സെൻസ് വെച്ചെടുക്കുന്ന രീതിയിലുള്ള നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളെ വരത്തുള്ളൂ. ഒത്തിരി കേൾക്കാത്ത കാര്യങ്ങളൊന്നും വരില്ല. അതേപോലെ ഇംഗ്ലീഷും വരാം, ഇങ്ങനെയുള്ള മീനിങ് ഓപ്പോസിറ്റ് അങ്ങനെ ഇംഗ്ലീഷും വരാം. അപ്പോൾ അത് നമ്മുടെ ഒരു ജനറൽ നോളജ് കൂടെ അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് എനിക്കിന്ന് പറയാനുള്ളത്. അപ്പോൾ അനലോഗി എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മൾ നോക്കിയത്. അതിനകത്ത് ആൽഫബറ്റ് ബേസ്ഡ് നോക്കി, A to Z എഴുതുന്ന രീതിയൊക്കെ പറഞ്ഞു. ദെൻ ഫാക്ട് ബേസ്ഡ് നോക്കി. നമ്പർ അനലോഗി നമ്മൾ അടുത്തൊരു ക്ലാസ്സിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ദിശ ആപ്പ് വഴി കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. ഓക്കെ, താങ്ക് യു.